ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ട്രിപ്പ് പോവുകയാണെന്ന്. അപ്പോൾ അതാ ഞാൻ തമ്പാനൂർ നിൽക്കുകയാണ്, തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. വണ്ടി ഇവിടെയാണ് വയ്ക്കുന്നത്, സ്കൂട്ടിയിലാണ് വന്നത്. അപ്പം ചേട്ടൻ സ്കൂട്ടി വെച്ചിട്ട് വരും. എന്നിട്ട് നമ്മളിവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോവും. ബാഗിന് ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. 10 കിലോ കൂടുതൽ എന്തോ എൻ്റെ ബാഗിൻ്റെ അകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് മാത്രം എന്താണ് എടുത്ത് വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. KSRTC അവിടെയാണ് ചേട്ടൻ വണ്ടി വയ്ക്കാൻ പോയത്. ഇനി വണ്ടി എവിടെ കൊണ്ട് വെച്ചേക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം വല്ലതും വരുമുണ്ട്. ഇവിടെയാണെങ്കിൽ കുറേ ആൾക്കാർ. ഞാൻ പറഞ്ഞ വഴിക്കൊക്കെ നല്ല ആൾക്കാരെ, സാധാരണ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്തതാണ്. പിന്നെ എന്താ ഭയങ്കര തിരക്ക് റോഡിൽ. അപ്പോഴുണ്ടാ ഇവിടെ ആ ബോർഡ് നിങ്ങൾ കണ്ട, ദിയ ചേച്ചിയുടെ അശ്വിൻ ചേട്ടൻ്റെയും ഫോട്ടോ. ഞാനേ അതൊന്ന് തിരിച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ്ട് ദിയ ചേച്ചിയുടെയും അശ്വിൻ ചേട്ടൻ്റെയും ഫോട്ടോ. നല്ല നൈസായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ. അവരുടെ വെഡ്ഡിങ്ങിനെടുത്ത ഫോട്ടോയാണ് ഇത്. നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് ഈ ബോർഡ് വെച്ചേക്കണം. നല്ല രസമാണ്. കൂടെ വന്ന ആൾ പറയുന്നത് വ്ളോഗിലിടുന്നത്. നമ്മൾ വ്ളോഗിൽ അങ്ങനെ ഇടൂല. നല്ല രസമായിട്ടുണ്ട് എന്നെ കാണാൻ. ഇന്നലെ തലയിൽ എണ്ണ തേച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ തല ഇങ്ങനെ ഇരിക്കണത്. ഏത് പ്ലാറ്റ്ഫോമിലാണോ? ഏത് പ്ലാറ്റ്ഫോം? 1 എനിക്കിങ്ങനെ അറിയാൻ ടിക്കറ്റിൽ നോക്കണ്ടേ. പ്ലാറ്റ്ഫോം ഇത് തന്നെ ആണ്, പ്ലാറ്റ്ഫോം 1 തന്നെ എന്തോ പോണത്. എനിക്കങ്ങനെ അറിയാം. നോക്ക്, അതിൽ 1 ആണോ 2 ആണോ 3 ആണോ? ഇത് തന്നെ ഗായ്സ്, ഇത് തന്നെ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഗായ്സ്. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തെത്തി. ഇനി നമുക്ക് ഒരു കുപ്പി വെള്ളം മേടിക്കണം. വെള്ളമൊക്കെ മേടിച്ചിട്ട് നമുക്കിനി എവിടെയെങ്കിലും ഇരിക്കാം, റെസ്റ്റ് എടുക്കാം കുറച്ച്. ട്രെയിൻ ഇപ്പോൾ വരുമായിരിക്കുമല്ലേ. നല്ല വെട്ടിത്തിളങ്ങിയിരിക്കണം. മേക്കപ്പൊക്കെ ശരിക്കുള്ള ഗായ്സ്, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണം ഗായ്സ്. അങ്ങനെ നമ്മളിതാ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇരിക്കുകയാണ്. ട്രെയിൻ ലേറ്റ് ആവും, നല്ല ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്കിവിടെ കിടന്ന് ഉറങ്ങാം. കാരണം നമ്മളെ കയ്യിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇരിപ്പുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ പേരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങണമുണ്ട്. നിങ്ങൾക്ക് തറയിൽ കിടന്ന് ഉറങ്ങാൻ ഇച്ചിരി മടിയുള്ളത് കൊണ്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു കിടന്ന് ഉറങ്ങാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറങ്ങി എണീറ്റ് ട്രെയിൻ വരുമ്പോൾ ഇനി ബാക്കി വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ കറണ്ട് പോയി കാശ്. അങ്ങനെ കറണ്ട് പോവോ ഇവിടെ? കറണ്ട് പോയാൽ നല്ല വെട്ടമുണ്ടല്ലേ. ഈ വെളുപ്പിന വൈബ്. ട്രെയിനൊന്നും വന്നില്ല. എനിക്കെനിക്ക് ഉറക്കം വരണം. ഞാനെടുക്കണമെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര കൊതു കടിച്ച് ഞാൻ പാടാണ്. ഒന്ന് കിടന്നുറങ്ങാന്ന് വെച്ചാൽ ഇവിടെ നാശം പറ്റൊന്നുമില്ല. ഇനി ഏത് കാലത്ത് വണ്ടി വരുമോ? എന്തൊരു കൊതു ഈ റെയിൽവേ സ്റ്റേഷനിൽ. വല്ല കൊതുകിൽ വാങ്ങിച്ച് കത്തിച്ച് വയ്ക്കണം. ഇപ്പം ഏത് കാലത്ത് വണ്ടി വരും? വണ്ടി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ സെറ്റായിരിക്കും. ഇപ്പം ഞാൻ കിടന്ന് ഉറങ്ങാം. എനിക്ക് വൈകി എണീറ്റിരിക്കും. നമ്മുടെ വണ്ടി തിരക്കുകളെല്ലാം കഴിയട്ടെ. എല്ലാവരും കയറിയ ശേഷം നമുക്ക് കയറാം. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇടിച്ചില്ല. നമുക്കിരിക്കാൻ സ്ഥലം ഉണ്ടോ? സെക്കൻഡ് ക്ലാസ് ഗൈസ്. ഇനി നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ബാക്കി നോക്കാം. ഇവിടെ ഭയങ്കര തിരക്കൊക്കെ എന്നാലേ കയറാനായിട്ട് പറ്റുമോ. ഭയങ്കര തിരക്ക് കാണിച്ചു തരാം. സീറ്റ് കിട്ടി. അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല. അവൻ കോമഡിയാണ് ഇവിടുത്തെ സീറ്റിൻ്റെ കാര്യം. അപ്പം നമുക്ക് ചേട്ടനും വന്നിട്ട് വീഡിയോസ് എടുത്ത് തരാം. ഇത് വേണ്ട, ഞാൻ എണീറ്റിരുന്നാൽ എൻ്റെ തല തട്ടും.
ഇവിടെ സീറ്റ് ഒരു മൊത്തത്തിൽ ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഇരുന്നാണെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം ഇനിയിപ്പം കയറി നല്ല തിരക്കുണ്ട്. എല്ലാവരും ഈ ട്രാൻഡത്തുള്ള എല്ലാവരും ഈ ട്രെയിനിലുണ്ടെന്നാ തോന്നണം. എൻ്റെ കിടപ്പ് എൻ്റെ തലോണി നേരെ ശരിയായില്ല, ഞാൻ നേരെ വയ്ക്കണം. അത് വച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് എണീക്കാം. വെറുതെ ഉറക്കമൊക്കെ എണീറ്റിരിക്കിയിട്ട് ഒരു പ്രയോജനവുമില്ല. അപ്പം ഞാൻ കിടന്നുറങ്ങാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടോയെന്ന് നോക്കട്ടെ കാര്യം. എന്നിട്ട് വർക്കിലെത്തിയിട്ട് ഞാൻ അവർ വരുമ്പോൾ ബാക്കി തിരിച്ച് വരും. കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് വർക്കിലെത്തുമ്പോൾ ചേച്ചിയും ചേട്ടനും വരും. ക്യാമറ പിടിച്ചാണ് എടുക്കണത്. എൻ്റെ കണ്ണിൽ ലൈറ്റ് അടിച്ച് എൻ്റെ കണ്ണ് പോണു. എനിക്കിനി കിടന്നുറങ്ങാം. ഇനി ചേച്ചിയും ചേട്ടനും വരുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാം. അവർ വരുമ്പോൾ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ നമുക്കിനി അവിടെ എത്തിയിട്ട് വീഡിയോസ്. ഹലോ ഗായ്സ്, ഞാനിപ്പം എനിക്ക് ഇത്തിരി ട്രാൻഡം എത്തിയിട്ട് എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണം. എൻ്റെ നാട്ടിലെല്ലാം ഊട്ടി ഗായ്സ്. എനിക്ക് ഭയങ്കര വേലായിട്ട് കിടന്ന് പിടിച്ച് കാര്യം. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ ഏകദേശം എത്താറായിട്ടുണ്ട്. അയ്യോ, ഗുരുവായൂർ പറയല്ലേ, ഗുരുവായൂർ പോണെന്നുള്ള വീഡിയോ എടുത്തില്ല. എന്തിനു മനസ്സിലായില്ല? പറഞ്ഞു. ഏകദേശം ഞങ്ങള് പൊൻകുന്നം അടുപ്പിച്ചെത്താറായി. നെക്സ്റ്റ് സ്റ്റോപ്പ് ഗുരുവായൂരായിരിക്കും. റൂമിൽ എത്തണം, എത്തിയിട്ട് വേണം ടോയ്ലറ്റിലേക്ക് ഒന്ന് പോവാൻ. മാമി നല്ല ഉറക്കമാണ്. ഓൾമോസ്റ്റ് ശിവ എണീറ്റിരിപ്പുണ്ട്. എല്ലാവരും ഇരിക്കുകയാണ്. ഓക്കെ, അവിടെ ആവശ്യം പോലെ റൂമുണ്ട്, ഗവൺമെന്റിന്റെ റൂമുണ്ട്. റൂം ബുക്ക് ചെയ്തില്ല. ഇവിടുത്തെ വാഷ്റൂം ഇന്നലെ പോയപ്പോ തന്നെ ഞാൻ പകുതിയോളം ചത്ത്. ഇവിടുത്തെ ബാത്റൂമിൽ പോയപ്പോ വൃത്തിയില്ലാത്തത്. പിന്നെ കുറച്ചെങ്കിലും വൃത്തി വേണം ചേട്ടാ. ഇപ്പൊ നമ്മള് ഇതിപ്പോ എവിടെ എത്തി? എവിടെ ക്ലീനിങ് ആളില്ലേ? ക്ലീൻ ചെയ്യണമെന്നില്ല. അത് ക്ലീൻ ചെയ്യൂല. പിന്നെ നമ്മൾ അവിടെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ ബാത്റൂം ക്ലീൻ ചെയ്യണേന്റെ അടിയാണ്. അതെന്തരോ ആവണം. ഇനി നമുക്ക് അവിടെ ഹോട്ടലിൻ്റെ അവിടെ എത്താം. ഒന്ന് ചായ കുടിക്കാം. അപ്പൊ ഞാൻ ഒന്ന് ഓണാവും. നല്ലൊരു മോർണിംഗ്. കിടക്കി കണ്ടോളൂ. അപ്പോഴൊന്നും എണീറ്റില്ലല്ലോ. അങ്ങനെ നമ്മള് തൃശ്ശൂരെത്തി. കണ്ട, തൃശ്ശൂരെത്തി. ഇനി ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ അറിഞ്ഞൂടാ. കൊള്ളാമല്ലേ, നല്ല ഉണ്ട്. ആനയുടെ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് എത്താം. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 161 27